തിരുവനന്തപുരം പേട്ടയിൽ നാടോടി ദമ്പതികളുടെ 2 വയസ്സുകാരിയായ മകളെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 5 സംഘങ്ങളായി തിരിഞ്ഞാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. DCP ഉൾപ്പെടെ സ്ഥലത്തെത്തി. നിലവിൽ പേട്ട പോലീസ് സ്റ്റേഷനിലാണ് കുട്ടിയുടെ മാതാപിതാക്കൾ. തെരുവോരങ്ങളിൽ കച്ചവടം നടത്തി ഉപജീവനം കണ്ടെത്തുന്നവരാണ് ഇവർ. കഴിഞ്ഞ മാസം അവസാനമാണ് ഇവർ തിരുവനന്തപുരത്തെത്തിയത്. റെയിൽവേ സ്റ്റേഷന് സമീപം താമസിച്ചിരുന്ന ബീഹാർ സ്വദേശികളായ അമർദീപ്, റബീന ദേവി എന്നിവരുടെ കുഞ്ഞ് മേരിയാണ് കാണാതായത്. കുട്ടിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ അറിയിക്കേണ്ട നമ്പറുകൾ 047125010801 ഈ നമ്പറിലേക്കാണ് അറിയിക്കേണ്ടത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു സ്കൂട്ടർ സമീപത്ത് കണ്ടതായി മൊഴിയുണ്ട്. മഞ്ഞ സ്കൂട്ടറാണ് വന്നതെന്നും അതിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും കാണാതായ കുഞ്ഞിൻ്റെ മൂത്ത സഹോദരൻ വെളിപ്പെടുത്തി. സ്കൂട്ടറിൽ 2 പേർ ഉണ്ടായിരുന്നതായും സംശയമുണ്ട്. എന്നാൽ അസ്വാഭാവികമായി ഒന്നും കണ്ടില്ലെന്നാണ് സമീപത്ത് രാത്രി ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ് അറിയിച്ചത്. പ്രദേശത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പോലീസ് അന്വേഷണം. കുട്ടിയെ കാണാതായ സ്ഥലത്ത് സമീപത്തെ ചതുപ്പിലും പരിശോധന നടത്തുന്നുണ്ട്. കാണാതായ കുട്ടിയുടെ കുടുംബത്തിനൊപ്പം എത്തിയ ഇതര സംസ്ഥാനക്കാരെയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന നടത്തുന്നുണ്ട്. ജില്ലാ അതിർത്തികളിലും പോലീസ് കനത്ത ജാഗ്രതയിലാണ്. സ്ഥലത്തെത്തിച്ച പോലീസ് നായ മണം പിടിച്ച് കുട്ടിയെ കാണാതായതിൻ്റെ 400 മീറ്റർ അകലെ വരെ പോയി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അമർദീപ്, റബീന ദേവി ദമ്പതികൾക്ക് 4 കുട്ടികളാണുള്ളത്. 3 സഹോദരങ്ങൾക്കൊപ്പമാണ് 2 വയസ്സുകാരിയും ഉറങ്ങാൻ കിടന്നതെന്ന് രക്ഷിതാക്കൾ പറയുന്നു. 1 മണിക്ക് ശേഷം ഉണർന്നപ്പോൾ കുട്ടിയെ കണ്ടില്ലെന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി. കറുപ്പും വെള്ളയും പുള്ളികളുമുള്ള ഒരു ടീഷർട്ട് മാത്രമാണ് കാണാതാകുമ്പോൾ കുഞ്ഞ് ധരിച്ചതെന്നാണ് പറയുന്നത്. എന്നാൽ കുഞ്ഞിനെ കാണാതായിട്ട് 10 മണിക്കൂർ പിന്നിടുന്നു. കുട്ടിക്ക് വേണ്ടി CCTVകളടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്നാൽ ഇതുവരെ കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമായ സൂചനകളൊന്നും തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഇതിന്റെ പശ്ചാത്തലത്തിൽ കുട്ടിയുമായി ബന്ധപ്പെട്ടവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് പോലീസ്. കുട്ടിയുടെ രക്ഷിതാക്കളോടും അടുത്ത പ്രദേശത്തുള്ളവരോടും പോലീസ് നിരന്തരം വിവരങ്ങൾ തേടി വരികയാണ്. എന്നാൽ ഈ മൊഴികളൊന്നും തന്നെ വ്യക്തതയില്ലാത്തത് പോലീസിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ നടന്നോ എന്നത് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്നാണ് കമ്മീഷണർ നാഗരാജു മാധ്യമങ്ങളോട് പറഞ്ഞത്. സ്കൂട്ടറിൽ തട്ടിക്കൊണ്ടുപോയി എന്ന് ദമ്പതിമാരുടെ മൂത്ത കുട്ടികളിൽ ഒരാൾ പറയുന്നുണ്ടെങ്കിലും അത് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ ലഭിക്കാത്തത് പോലീസിനെ സംശയത്തിലാക്കിയിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകലല്ലാതെ മറ്റു സാധ്യതകൾ കൂടി പരിശോധിക്കാനാണ് പോലീസ് തീരുമാനം. കുട്ടിയുടെ രക്ഷിതാക്കളെയും ഇവരുടെ മൂത്ത കുട്ടികളെയും പോലീസ് വെവ്വേറെ ചോദ്യം ചെയ്തിരുന്നു. ഇരുവരുടെയും മൊഴികളിൽ വ്യക്തത വരുത്താനാണ് ശ്രമം. സ്കൂട്ടറിൽ കുട്ടിയെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് മൂത്ത കുട്ടിയാണ്. എന്നാൽ ഏറെ നേരം കഴിഞ്ഞ് കുട്ടിയെ കാണാനില്ല എന്ന് കുട്ടിയുടെ അച്ഛൻ മനസ്സിലാക്കിയപ്പോഴാണ് മൂത്ത കുട്ടി ഇക്കാര്യം പറയുന്നത്. ഇത് പറയാൻ എന്തുകൊണ്ടാണ് വൈകിയത് എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. കുട്ടിയുടെ പിതാവ് രാത്രിയിൽ മദ്യലഹരിയിലായിരുന്നതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ലെന്നും പോലീസ് പറയുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.